എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നദി പ്രദക്ഷിണം ചെയ്യുന്ന ഏക ക്ഷേത്രമായ വലഞ്ചുഴി ദേവീക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും വ്യൂ ഫൈൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോഴേ ഇപ്പോൾ പുനലൂർ മൂവാറ്റുപുഴ പാതയിലൂടെയാണ് പോകുന്നത്. നമ്മുടെ കോന്നിയിലായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന റൂട്ട് തന്നെ നമ്മുടെ MC റോഡിലും അതുപോലെ NH-ലൊക്കെ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു റൂട്ട് തിരുവനന്തപുരം പോകാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ നേരെ റാന്നി ഇപ്പം നമ്മുടെ പാല, നമ്മുടെ പൊൻകുന്നം, ഈ റാന്നി വഴിയൊക്കെ കയറി കോന്നി, പത്തനാപുരം, പുനലൂർ, അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇപ്പം ഇതിലേക്കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കോന്നി ടൗണിലായിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഒരു 10 മിനിറ്റ് യാത്ര ചെയ്താൽ മതിയാവും. 10-15 മിനിറ്റ് യാത്ര ചെയ്താൽ മതിയായിരിക്കും നമ്മുടെ വലഞ്ചുഴി ക്ഷേത്രത്തിലേക്ക്. നിങ്ങളിപ്പോൾ ബസ്സിനായി വരുന്നെങ്കിൽ ഈ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങണേ. ഇത് വലഞ്ചുഴി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഒരു സ്റ്റോപ്പുണ്ട്, ഇവിടെ ഇറങ്ങിയാൽ മതി. നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് വരുവാണെങ്കിൽ ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററോളം, 2 കിലോമീറ്റർ കാണുമായിരിക്കും. കോന്നിയിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ കണ്ടൈൻ റൂട്ട് തന്നെ അവിടെ നിന്ന് മുന്നോട്ട് വന്ന് വലഞ്ചുഴി അമ്പലത്തിൻ്റെ അവിടുത്തെ സ്റ്റോപ്പിൽ ഇറങ്ങുക. അവിടെ നിന്ന് ലെഫ്റ്റ് കയറുക. ലെഫ്റ്റ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു മലനട ക്ഷേത്രത്തിൻ്റെ ബോർഡൊക്കെ ഉണ്ട്. മുണ്ടുകോട്ടമല കിരാതമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ആ ഒരു വഴിയായിരുന്നേ. നമ്മളിപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ചെറിയ റോഡാണ്, അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുവാണ്. ഈ ഒരു കുഞ്ഞ് റോഡിൽ കൂടെ നമ്മൾ അല്പദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ സഞ്ചരിച്ചാൽ മതിയായിരിക്കും വണ്ടിയിൽ. നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഇവിടെ കുറേയേറെ കൊക്കുകൾ ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാനവിടെ ഇറങ്ങിയിട്ട് അനന്തുവിനോട് വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി വരുന്നതിൻ്റെ ഒരു ഷോട്ട് എടുക്കുവാണ്. അല്ലെങ്കിൽ വണ്ടി ഭ്രാന്തന്മാർക്കെല്ലാം ഇങ്ങനെയൊരു പ്രശ്നമുണ്ടല്ലോ. നല്ല സ്പേസാണ്, പക്ഷേ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് മഴയാകുമ്പോൾ. അപ്പം ഞാൻ അച്ചൻകോലാറിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാമേ. നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങുവാണ്. ഇവിടെ ഇങ്ങനെ ആറതേ ഇങ്ങനെ അങ്ങോട്ട് ഒഴുകുകയാണ്. അങ്ങോട്ട് ഒഴുകി അവിടെ പോയി ആ ക്ഷേത്രത്തിനെ വലം ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഒഴുകും. അപ്പോൾ നമുക്കിപ്പം അത് ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം. നമ്മളപ്പോൾ ഈ ഒരു കടവിലേക്ക് ഇറങ്ങുവാണേ. നല്ല തെളിഞ്ഞ വെള്ളമാണേ. ഇപ്പം അധികം വെള്ളമൊന്നും ഇല്ല. വെള്ളം കുറവെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു സമയമായോണ്ടേ ഇവിടെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതോട് തന്നെ വെള്ളം കയറുന്ന സ്ഥലമാണ്. കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. ആഹാ, കണ്ടല്ലേ, എല്ലാം സൈലൻ്റായിട്ടാണ് ഒഴുകുന്നത്. എന്നാൽ അതുപോലെ തന്നെ വെള്ളം കയറി കഴിയുമ്പം ഒരു ഭീകര രൂപം പുറത്തെടുക്കുന്ന ഒരു നദി കൂടിയാണ് നമ്മുടെ അച്ചൻകോലാറ്. ഇനി അങ്ങേ ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാമേ. ഇങ്ങനെ ഒഴുകിയാണ് പോകുന്നത്. ഇങ്ങനെ ഒഴുകി ഇങ്ങനെ അമ്പലത്തിനെ വലം വെച്ച് അത് ഈ കാണുന്ന തിരിച്ചിങ്ങോട്ട് പോകും. കണ്ടോ, സെയിം ആറ് തന്നെയാണ്. അമ്പലത്തിൻ്റെ തൊട്ട് കുറേ കൂടെ ഒഴുകി ഇങ്ങനെ പോകുന്നത്. നദി വലം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ക്ഷേത്രത്തിന് വലഞ്ചുഴി എന്നൊരു പേര് വന്നത്. അപ്പം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന റൂട്ട് തന്നെ ഒരു നദിയുടെ തന്നെ കിഴക്കോട്ട് ഒഴുകുന്നതും പടിഞ്ഞാറോട്ട് ഒഴുകുന്നതും ഒരേ സ്ഥലത്ത് തന്നെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഡ്രോൺ ഷോട്ടൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു കൃത്യമായിട്ട് അതിൻ്റെ ഒരു വ്യൂ കിട്ടത്തുള്ളൂ. അപ്പം 1000-ൽ പരം വർഷം പഴക്കമുള്ളതാണ് ഇവിടുത്തെ ഒരു മൂലപ്രതിഷ്ഠ. അത് കൊടുങ്ങല്ലൂരിൽ ദേവീക്ഷേത്രത്തിൽ നിന്നും ഒരു യോഗീശ്വരൻ ഇവിടെ കുടിയിരുത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ കാവും അതുപോലെ തന്നെ വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട്
ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളും അതുപോലെ തന്നെ പക്ഷികളും ഒക്കെയുള്ള സ്ഥലമാണ്. ഈ വലിയൊരു കാവാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റേത്. വളരെ നിബിഡമായ ഒരു കാവാണ്. ഇവിടെ നിരവധി അപൂർവ ഔഷധങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അങ്ങോട്ടൊന്നും കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പുറത്തൊരു നടപ്പാലമുണ്ട്. ആ ഒരു പാലത്തിന്റെ കാഴ്ചകളിലൂടെ കാണാമേ. ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ കാവിൻ്റെ ഭാഗമാണ്. കണ്ടോ, ഒരുമാത്രം മരങ്ങളാണെന്ന്, എന്തുമാത്രം സ്പേസ് ഉണ്ടെന്ന്, എന്തുമാത്രം വലുതാണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കും. നമ്മൾ അവിടെ പോയി കണ്ടതാണ് നമ്മുടെ ക്ഷേത്രം. അവിടെ നിന്ന് ഇത് ഇത്രയും ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാവിൻ്റെ ഭാഗമാണ്. നമുക്കിതിലേ പോയി വീഡിയോ എടുപ്പ് നടക്കത്തില്ലേ, അതാണ് വേറൊരു പ്രശ്നം. അങ്ങനെ വീഡിയോ എടുക്കുന്നതും ശരിയല്ല. അതിനുള്ളിലൊക്കെ കയറി നിങ്ങൾക്ക് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഒരു പാലത്തിൽ കൂടെ അപ്പുറത്തെ കരയിലേക്ക് പോവാണേ. അപ്പുറത്ത് ചെന്നിട്ട് നമുക്ക് ഇതേ അങ്ങോട്ട് പോയിട്ട് ഈ നദിയുടെ അച്ചൻകോലാറിൻ്റെ കുറച്ച് കാഴ്ചകളൂടെ പകർത്തണേ. ഇത് മറ്റൊരു വഴിയാണ്. ഈ വഴി വരുവാണെങ്കിൽ നമുക്കിവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഈ പാലത്തേക്കൂടെ കയറി നടന്ന് പോകേണ്ടി വരും. നമ്മൾ പ്രമാടം ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ കൂടുതലും വരുന്നത് ഇതിലെയാണ്. ഒരു പാലം. അപ്പോൾ നമ്മൾ വന്നത് നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ കൂടിയാണ്. ഇത് കണ്ടോ, നദി ഇങ്ങനെ വന്നിട്ട് ഇവിടെ കറങ്ങി ഈ ഒരു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്തിട്ടാണ് പോകുന്നത്. ഇതൊരു കാഴ്ചയല്ലേ. ഇവിടെ വന്ന് നല്ല അടിപൊളി ഒരു യൂ ടേൺ ആണ് അടിക്കുന്നത്. ഈ ക്ഷേത്രമല്ലാതെ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ കാവും ഒന്നും അല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ലേ. ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും, ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ നാട്ടിലെ ഇത്ര അടുത്ത ഒരു ക്ഷേത്രം ഇങ്ങനെയുള്ളപ്പോൾ, വ്യത്യസ്തമായിട്ടുള്ളപ്പോൾ അതൊന്ന് പകർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അതിൽ ഇവിടുത്തെ വൈബ് വല്ലാത്തൊരു വൈബാണ്. ഈ നദിയുടെ രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ കൂടെ കിട്ടുന്നുണ്ടേ, നല്ലൊരു വൈബാണ്. നാട്ടിൻപുറവും അമ്പലവും ഈ ഒരു സോങ്ങും നദികളും ഇതൊരു വല്ലാത്തൊരു വൈബാണ്. ഇതൊക്കെ മിസ് ചെയ്യണമെങ്കിൽ, ഇതിൻ്റെയൊക്കെ വില അറിയണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കണേ. ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളം കയറുന്നതാണേ. ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് അല്പം ഒന്ന് താഴേക്ക് ഇറങ്ങുവാണേ. ഇവിടെ നിന്ന് നദിയിലേക്ക് ഇറങ്ങാം. ഇവിടെ നദിയുടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ വലിയ ആഴമില്ല, നല്ല നിരപ്പാണേ. കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ, വലിയ കുഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല തെളിഞ്ഞ വെള്ളം. അതെ, നമ്മുടെ ക്ഷേത്രം അവിടെയായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ വന്ന പാലം അതാണ്, അതിലേ കൂടെ കയറിയാണ് നമ്മൾ വന്നത്. പാലത്തിൻ്റെ വെട്ടടിക്കുമ്പോഴത്തെ വ്യൂ കണ്ടോ, നല്ലൊരു വ്യൂ ആണേ. നമ്മളെന്തായാലും കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയി അപ്പുറത്തെ രണ്ട് കാഴ്ചകളൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം.
നല്ല രസമുണ്ട് ഈ പുല്ല് ഇങ്ങനെ നിൽക്കുന്നത് കാണാനേ. ഓക്കെ, എന്നാ കളറാണെന്ന്, അല്ല വൈറ്റ് കളറാണ്. അവിടെ നോക്കിയാലേ വലിയൊരു തടി വന്ന് സൈഡിൽ ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ഏതെങ്കിലും വെള്ളപ്പൊക്ക സമയത്ത്, ഏതെങ്കിലും അല്ല, കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് ഇവിടെ വന്ന് അടിഞ്ഞതാവും. ഇതെന്തേ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മനോഹരമായ ദൃശ്യം. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാഷ് ചെയ്യാനും കുളിക്കാനൊക്കെ വരുന്നത്. കാരണം ഇവിടെ നല്ല സ്പേസ് ഉണ്ട്, മറ്റുള്ളതിനേക്കാളും നല്ല സ്പേസും തുണിയൊക്കെ പിടിച്ചിടാനൊക്കെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആഴവും തീരെ കുറവാണ് നദിക്ക് ഈ ഭാഗങ്ങളിൽ. എനിക്ക് തോന്നുന്നു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ രണ്ട് കരയിലും ആൾക്കാർക്ക് ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാണെങ്കിൽ ഒരു നല്ല വൈബായിരിക്കും. വൈകിട്ടത്തേക്കൊക്കെ വന്ന് ഇരിക്കാനൊക്കെ, രാവിലെ വന്ന് ഇരിക്കാനൊക്കെ. അതുമാത്രം സ്പേസും കാര്യങ്ങളും നല്ല ഭംഗിയും കൂടാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരുമായിരിക്കും എന്ന് വിചാരിക്കാം. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഇറങ്ങിയത്. ഞാനുണ്ട്, നന്ദുണ്ട്, ചേച്ചിയുണ്ട്, അമ്മയുണ്ട്. നമ്മളെന്തായാലും ദീപാരാധനയും കൂടെ കണ്ടിട്ട് പോകാനുള്ള പരിപാടിയാണേ. അപ്പം ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടവർക്ക് ഞാൻ എന്തെങ്കിലും ലൊക്കേഷൻ ഒന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. ബസ്സുകൾ ലഭിക്കും. അതിൽ തന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് അത്രയൊന്ന് നമ്മൾ ഉള്ളിലേക്ക് വരണം. ഇല്ലെങ്കിൽ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചാലും കുഴപ്പമില്ല. വാഹനങ്ങൾ കൊണ്ട് വരുവാണെങ്കിൽ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പം വളരെ പ്രശസ്തമായ വലഞ്ചുഴി ദേവീക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ കാണിച്ചത്. പൗർണമി നാളിൽ ഭജനം ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ആഗ്രഹ സാഫല്യം ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മകരമാസത്തിലെ ഭരണിനാൾ ആണ് അമ്മയുടെ തിരുനാൾ. 10 ദിവസമാണ് ഉത്സവം നാളുകളുള്ളത്. അതുപോലെ തന്നെ വലഞ്ചുഴി പടയണിയും വളരെ ഫേമസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ കാഴ്ചകൾ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.